ഇനി കുറച്ചു നേരം ഷൂ ഊരിയിട്ട് നടക്കാം. Why do you want to remove your shoes? For barefoot walking. എന്ന് വെച്ചാ ഹ്യൂമൻസ് ഏകദേശം ഒരു 2 to 3 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ് ബെയർഫുട്ട് ആയിട്ട് വാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇത്രയും കാലം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് സോയിലും റോക്കിലും ഗ്രാസിലും ഒക്കെ നടന്നതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയ നമ്മുടെ ഫുട്ടിന്റെ സ്ട്രക്ചർ കിട്ടിയത്. ഫുട്ടിന്റെ ഫുട്ട് ആർച്ച് ആണെങ്കിലും ജോയിന്റ്സ് ആണെങ്കിലും ലിഗമെന്റ്സ് ആണെങ്കിലും മസിൽസും എല്ലാം അറൌണ്ട് ഒരു 200 to 300 ഇയേഴ്സിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള സാൻഡൽസും ഷൂസും എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈവൻ നമ്മുടെ ഏൻഷ്യൻ സിവിലൈസേഷൻസ്, പ്രധാനപ്പെട്ട 4 സിവിലൈസേഷൻ, ഇന്ത്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ ആൻഡ് ഗ്രീസ് സിവിലൈസേഷൻ, എല്ലാ സിവിലൈസേഷൻസും പ്രീച്ച് ചെയ്തത് ബെയർഫുട്ട് വാക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഗ്രീസിൽ ദ മോസ്റ്റ് ഫേമസ് ഗ്രീക്ക് ഫിലോസഫീസ് സോക്രട്ടീസിന്റെ ഫോളോവേഴ്സും എല്ലാം പ്രീച്ച് ചെയ്തിരുന്നത് ബെയർഫുട്ട് വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അത് തരുന്ന ഒരു സ്റ്റെബിലിറ്റി, കണക്ടിവിറ്റി ടു ദ നേച്ചർ. ഈവൻ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ യോഗ പ്രാക്ടീസുകളിലും ആശ്രമത്തിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈവൻ ആയുർവേദയിലും ബെയർഫുട്ട് വാക്കിംഗ് ഹാഡ് എ വെരി മേജർ റോൾ. ഈവൻ റിലീജിയസ് കൺസെപ്റ്റ്സിലാണെങ്കിൽ കൂടി ബെയർഫുട്ട് വാക്കിംഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ഫോർ എക്സാമ്പിൾ ഇൻ ബുദ്ധിസത്തിലെ മോങ്സ് അവരുടെ മോർണിംഗ് റൗണ്ട്സ് ആയ ആംസിന് പോകാൻ നേരത്തെ ദേ ഗോ ബെയർഫുട്ട്. ഇറ്റ് വാസ് മോർ എ സിംബൽ ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമ്മുടെ അതർ റിലിജൻസ് ആയ ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യനിറ്റി, ബെയർഫുട്ട് വാസ് മോർ സജസ്റ്റീവ് ഓഫ് സിംപ്ലിസിറ്റി, ഗ്രൗണ്ട്ഫുൾനെസ്, പ്യൂരിറ്റി ആൻഡ് ഹംബിൾനെസ്. ഇനി കമ്മിങ് ടു ദ സയൻസ്, ഫോർ എക്സാമ്പിൾ ഫുട്ട് അനാട്ടമി. ഫുട്ടിന്റെ അടിയിൽ there are thousands of nerve endings. ഈച്ച് ടൈം നമ്മൾ ബെയർഫുട്ട് വാക്കിംഗ് ചെയ്യുമ്പോൾ there will be tactile stimulation. ഈ നെർവ്സ് എല്ലാം സ്റ്റിമുലേറ്റഡ് ആവും, വിച്ച് വിൽ എൻഹാൻസ് അവർ പ്രോപ്രിയോസെപ്ഷൻ. അതായത് നമ്മുടെ ബോഡിയുടെ ബാലൻസ്, അവയർനെസ്, കോർഡിനേഷൻ എല്ലാം ഇംപ്രൂവ് ആവും. എക്സ്പെഷ്യലി ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൽഡർലി പീപ്പിൾ. അതായത് വയസ്സായ ആളുകൾ റെഗുലർ ആയിട്ട് ബെയർഫുട്ട് വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ their coordination will improve and their chances of fall will reduce. അത് കൂടാതുള്ള ബെനിഫിറ്റ്സ് ആണ് മസ്കുലോസ്കെൽറ്റൽ ബെനിഫിറ്റ്സ്. നമ്മൾ റെഗുലർ ആയിട്ട് ടൈറ്റ് ഷൂസ് അല്ലെങ്കിൽ ഹൈ ഹീൽസ്, സാൻഡൽസ് ഒക്കെ ധരിക്കുവാണെങ്കിൽ നമ്മുടെ ഫുട്ടിലെ certain ഗ്രൂപ്പ് ഓഫ് മസിൽസ് won't ഗെറ്റ് ആക്ടിവേറ്റഡ്. പക്ഷേ ബെയർ ഫുട്ട് ആയിട്ട് നമ്മൾ നടക്കുവാണെങ്കിൽ ഫുട്ടിന്റെ ഇൻട്രിൻസിക് ഗ്രൂപ്പ് ഓഫ് മസിൽസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. സയന്റിഫിക് സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് റെഗുലർ ആയിട്ട് ഡെയിലി കുറച്ചു നേരം ബെയർഫുട്ട് വാക്കിംഗ് ചെയ്യുന്നവർക്ക് ആഫ്റ്റർ 6 months ഏകദേശം 60% there is an increase in strength of their intrinsic muscles. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ലൈഫ് സ്റ്റൈലാണ്. സ്ട്രെസ് വരാൻ നേരത്തെ നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പക്ഷെ നമ്മുടെ ബോഡി തന്നെ ഇതിനെ കുറയ്ക്കാനായിട്ട് വേറൊരു നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മൾ ബെയർ ഫുട്ട് ആയിട്ട് വാക്ക് ചെയ്യാൻ നേരത്തെ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അത് കാരണം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബെയർ ഫുട്ട് വാക്കിംഗ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് കൂടാതെ there are lot of other benefits also with barefoot walking. നമ്മുടെ സർക്കേഡിയൻ റിതം, അതായത് നമ്മുടെ സ്ലീപ്പ് റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഹോർമോണൽ ബാലൻസ്, എക്സാമ്പിൾ സെറോട്ടോണിൻ ഹോർമോണിന്റെ ലെവൽസ് ഒക്കെ കൂട്ടാനായിട്ടും ആൻഡ് ഈവൻ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടും റെഗുലർ ബെയർഫുട്ട് വാക്കിംഗ് വിൽ ഹെൽപ്പ്. ഇതൊക്കെ പറഞ്ഞാലും എല്ലായിടത്തും അങ്ങനെ നടക്കില്ലേ. നമുക്ക് അൺസേഫ് ആയ അണീവൻ ആയ സർഫേസിൽ ബി വെരി കെയർഫുൾ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫോർമിറ്റി അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും അൾസർ ഉള്ളവര് ദേ ഷുഡ് ബി വെരി കെയർഫുൾ. അവരൊരു മെഡിക്കൽ അഡ്വൈസ് എടുത്ത് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ ബെയർഫുട്ട് വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുള്ളൂ. അപ്പൊ പിന്നെ ഒരുപാട് പൈസ കൊടുത്ത് ഫുട്ട് മസാജറോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ബെയർഫുട്ട് വാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഫുട്ട് മസാജ് യു ക്യാൻ ഗീവ് ടു യുവർ ഫീറ്റ്. ഞാൻ ഇതൊരു ഹെൽത്ത് ട്രെൻഡ് എന്ന രീതിയിലല്ല ഇത് പറയുന്നത്. ബെയർഫുട്ട് വാക്കിംഗ് വാസ് ദ വേ ദാറ്റ് വി ലീവ്. നമ്മുടെ ഹിസ്റ്റോറിക്കലി ആണെങ്കിലും കൾച്ചറലി ആണെങ്കിലും ബയോളജിക്കലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും. സോ ദിവസവും ഒരു 5 to 10 minutes barefoot walking slowly സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ that's the best you can give to your feet. അയ്യോ, അപ്പൊ എന്റെ ഷൂ എന്ത് ചെയ്യും?
ഡോക്ടർ ഹരീഷ് സൈനിങ് ഓഫ്.